ബ്രോ, നിങ്ങൾ പാക്കേജ് മൂവല്ലേ? അതെല്ലോ. നിങ്ങൾ ബാംഗ്ലൂരൊക്കെ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ടോ? നമ്മൾ ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ എത്ര ദിവസം കൊണ്ടൊക്കെ ഡെലിവറി ചെയ്യുന്നത്? നമ്മള് നോർമലി ഒരു ഇത് കൂട്ടൊരു വെഹിക്കിളിന് ഫുൾ ലോഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 48 മണിക്കൂറിൽ ഡെലിവറി ചെയ്യും. ഇല്ല പാർട്ടായിട്ട് വരുന്ന ലോഡ് കുറച്ച് ചെറിയ ലോഡാണെന്നുണ്ടെങ്കിൽ ഒരു 3 to 4 days എടുക്കും അവിടെ കൊണ്ട് ഡെലിവറി ചെയ്യാൻ. ഓക്കെ ഓക്കെ. ഇതിപ്പോ നിങ്ങൾ തന്നെയാണോ ചെയ്യുന്നത്? ഡെലിവറി നമ്മുടെ ആളുകൾ തന്നെയാണ് അവിടേക്ക് വന്ന് അവിടെ ഡെലിവറി ചെയ്യുന്നത്. ശരി, ഓക്കെ ബ്രോ. അപ്പൊ ഈ കിച്ചൺ ഐറ്റംസ് അതുപോലെ പൊട്ടുന്ന ഐറ്റംസ്, ക്ലോത്ത്സ് ഒക്കെ നിങ്ങൾ തന്നെ ഒന്ന് പാക്ക് ചെയ്ത് തരുമോ? എങ്ങനെ അതിന്റെ രീതി ഒന്ന് പറയാമോ? ഇപ്പൊ ഒരു 1-2 ബോക്സ് ഒക്കെ ആണെങ്കിൽ കസ്റ്റമർ തന്നെ ചെയ്യേണ്ടി വരും. ഒരു 5-6 ബോക്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ ആയിരിക്കും വന്ന് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പൊട്ടുന്ന ഗ്ലാസ് അങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ റാപ്പ് ചെയ്ത് പ്രോപ്പർ പാക്ക് ചെയ്താണ് എടുക്കാറ്. ഓക്കെ ഓക്കെ. അപ്പൊ കുറച്ച് ഒരു 1-2 ബോക്സ് ആണ് ഞങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തു തരും അല്ലേ? അത് തന്നെ. ഇത് അപ്പൊ നിങ്ങൾ ഇത് എങ്ങനെ ഡോർ ടു ഡോർ ചെയ്തു? അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്ത് അവിടെ വീട്ടിൽ കൊണ്ടുവച്ചു തരും? എങ്ങനെ അതിന്റെ നമ്മളിവിടെ എവിടെയാണോ പിക്കപ്പ് ചെയ്യേണ്ട സ്ഥലം ആ പിക്കപ്പ് ലൊക്കേഷനിൽ വന്ന് എടുത്തിട്ട് നമ്മൾ എവിടെ കൊണ്ട് വെക്കണോ, എവിടെയാണോ അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത് അവിടെ കൊണ്ട് അറേഞ്ച് ചെയ്ത് വെക്കും. അത് ഫർണിച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ. ഈ ബോക്സുകളൊന്നും നമ്മൾ അൺബോക്സ് ചെയ്യാറില്ല. ഓക്കെ. ഇതിപ്പോ റെയിനി സീസൺ ആണല്ലോ, ഇപ്പൊ നിങ്ങളുടെ വണ്ടി ഓപ്പൺ വണ്ടിയാണല്ലോ, അപ്പൊ ഇതിങ്ങനെ ഓപ്പൺ ആയി കിടന്ന ഈ നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ഡാമേജ് വരത്തില്ലേ? നമ്മളിപ്പം വലിയ വർക്ക് ആണെന്നുണ്ടെങ്കിൽ, വലിയ സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള വണ്ടികളാണ് വരുന്നത്. ഇപ്പൊ ഇത് ചെറിയൊരു വർക്കിന് ഇപ്പൊ ഞങ്ങൾ അൺലോഡിങ് കഴിഞ്ഞാണ് വണ്ടിയുടെ, അതുകൊണ്ടാണ് ഇതിപ്പോ ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. നമ്മൾ ലോഡ് എടുത്ത് പോകുന്ന സമയത്ത് ഫുൾ ആയിട്ട് കവർ ചെയ്ത് കവേർഡ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ ഓക്കെ. അതുപോലെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ? ലൈക്ക് ഇപ്പൊ നമ്മൾ നോർമലി കൊണ്ടുവന്നത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. ഹൗസ് ഹോൾഡ് ഐറ്റംസ് എല്ലാം നമ്മൾ കൊണ്ടുവന്നുണ്ട്. പിന്നെ നമ്മൾ കൊണ്ടുപോകാത്തത് ലീഗലി അപ്രൂവ് അല്ലാത്ത സാധനങ്ങളൊന്നും തന്നെ നമ്മൾ എടുക്കാറില്ല. ബാക്കി എല്ലാം തന്നെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ എനിക്ക് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിന്റെ കോസ്റ്റ് എങ്ങനെയാ വരുന്നത്? ലൈക്ക് എനിക്കൊരു 1 BHK ഷിഫ്റ്റിംഗ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എങ്ങനെ അതിന്റെ ചാർജിങ് എത്ര രൂപ നിങ്ങൾ ചാർജ് ചെയ്യും? നമ്മൾ 1 BHK ഇപ്പൊ ഒരു കട്ടില്, ഒരു ഫ്രിഡ്ജ്, അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ, അങ്ങനെയുള്ള ഒരു 4 ബോക്സ് അടങ്ങുന്ന ഒരു ഐറ്റം ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 15 to 18 ചെയ്യാൻ പറ്റും. കൊച്ചി ടു ബാംഗ്ലൂർ പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ. പിന്നെ അതിന്റെ ഡിസ്റ്റൻസ് ഒക്കെ നോക്കി നമുക്ക് വ്യത്യാസം വരും. ഡിസ്റ്റൻസ് ഐറ്റംസിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ. ഓക്കെ. പിന്നെ എനിക്ക് അറിയേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ കോസ്റ്റിനകത്ത് ഈ പാക്കിംഗ് മെറ്റീരിയലിന്റെ കോസ്റ്റ്, അതുപോലെ ടോൾ ചാർജ്, ലോഡിംഗ് അൺലോഡിംഗ് അങ്ങനെയുള്ള കോസ്റ്റ് ഒക്കെ ഇൻക്ലൂഡിംഗ് ആണ് ഇതിനകത്ത്? നമ്മളിപ്പോ നമ്മുടെ ഓഫീസിൽ നിന്ന് തരുന്ന കൊട്ടേഷൻ പ്രകാരം ഇപ്പൊ നമ്മുടെ ഇത് ടാക്സ്, അതുപോലെ തന്നെ നമ്മുടെ ടോള്, ലോഡിംഗ് അൺലോഡിംഗ്, ഈ കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിയുള്ള കൊട്ടേഷൻ ആണ് നമുക്ക് തരുന്നത്. അപ്പൊ ഇതിനകത്ത് പിന്നെ നിങ്ങൾ കസ്റ്റമർ ഇതിനകത്ത് ബില്ലിംഗ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് പിന്നെ ഒരു ചേഞ്ചസ് ഉണ്ടാവുന്നതല്ല. ഈ ഒരു കൊട്ടേഷൻ പ്രകാരമാണ് എല്ലാം നടക്കുന്നത്. ഇതിനകത്ത് വേറെ ഹിഡൻ ചാർജസ് ഒന്നും ഇല്ലല്ലേ? പ്രത്യേകിച്ച് അങ്ങനെ വേറെ ചാർജുകളൊന്നും വരാറില്ല. എല്ലാം ഈ ഒരു കൊട്ടേഷൻ പ്രകാരമാണ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോഴേ എന്റെ മകന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ ചോദിച്ചത്, അപ്പോൾ പുള്ളി ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലോട്ട് നിങ്ങൾക്ക് സർവീസ് ഉണ്ടോ? ബാംഗ്ലൂരിൽ നമുക്ക് കൊച്ചിയിലേക്കും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് കേരളത്തിലെ എല്ലായിടത്തേക്കും തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓൾ കേരള ഉണ്ട്. ഓൾ കേരള ചെയ്ത് കൊടുക്കാറുണ്ടല്ലേ? ഓക്കെ ഓക്കെ. അപ്പോഴേ നിങ്ങളുടെ സർവീസ് എങ്ങനെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് ഗൂഗിളിൽ പ്രോപ്പർച്ചിൻ പാക്കേജ് സെർച്ച് ചെയ്താൽ മതി. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ കോൺടാക്ട് നമ്പർ, ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ? ഓക്കെ ഓക്കെ. താങ്ക് യു ബ്രോ. താങ്ക് യു.